ബാലാകോട്ടിൽ ആക്രമണം നടന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് സംശയമായിരുന്നു, അവിടെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടോ, തെളിവുകൾ എവിടെ എന്ന ചോദ്യവുമായി വന്ന രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യം തെളിവുകൾ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അതുകൊണ്ട് രാഹുൽ തൃപ്തനാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. മുമ്പ് നമുക്കറിയാം, പത്താൻകോട്ടിൽ സൈനിക താവളം ആക്രമിച്ചു. അന്ന് നമ്മൾ ശക്തമായ തിരിച്ചടി ഉറി കൊടുത്തു. അതുപോലെ തന്നെ പുൽവാമയിൽ ഒരാക്രമണം നടത്തി, സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തെ ആക്രമിച്ചു, നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിന് പകരം നമ്മൾ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നൽകിയിട്ടുള്ള പാകിസ്ഥാന് നൽകിയിട്ടുള്ള തിരിച്ചടികളെല്ലാം തന്നെ, ആ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് സൈന്യത്തിനൊപ്പം രാജ്യത്തിനൊപ്പം എന്നൊക്കെ കോൺഗ്രസും രാഹുലും പറയുമെങ്കിലും അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ പതിവ് പോലെ രാഹുൽ തെളിവ് ചോദിക്കും. രാഹുൽ യഥാർത്ഥ ഇറ്റലിക്കാരനായ രാഹുലായി മാറും. അതെ, തീർച്ചയായിട്ടും. ഈ സംഭവം നടക്കുന്നുണ്ടല്ലോ, ഈ സംഭവം തന്നെ ഉണ്ട്. ഈ സംഭവത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്നത് ഞാൻ മോദിക്കൊപ്പമാണ്, രാജ്യത്തിനോടൊപ്പമാണെന്ന് പറഞ്ഞിട്ട് ഒരു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചോദിച്ചത്, എന്തുകൊണ്ട് വൈകുന്നു. അതെ, ഇതെല്ലാം കൃത്യമായി സൈനികർക്ക് അറിയാമല്ലോ, അവർക്ക് അവരുടെ നമുക്കത് എടുക്കാനുള്ള സമയം നൽകുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ആ ഒരു ചോദ്യം, അവർ ഉന്നയിച്ച ചോദ്യം, എങ്ങനെ ഈ 150 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇത്രയും വലിയ ആയുധങ്ങളുമായിട്ട് ഇവർ കടന്നു വന്നു എന്നാണ്. ഇത് ആരുടെ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് സംശയം ജനിപ്പിക്കുന്ന, ദുരൂഹത ആരോപിച്ച് ഉള്ള പോസ്റ്റുകൾ, ഈ ഇത്തരം എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ നടത്തിയ ട്വീറ്റുകൾ, അത് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ ഗവൺമെൻറ് റീട്വീറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഇതാ നോക്കൂ, ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി തന്നെ ഈ ആക്രമണത്തിന്, ഈ ഭീകരാക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യ ആസൂത്രണം ചെയ്ത രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന BJP തന്നെ ആസൂത്രണം ചെയ്തതല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത്. പക്ഷെ എന്തായാലും അതിനൊന്നും രാജ്യാന്തര സമൂഹത്തിൻ്റെ മുന്നിൽ, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ അതിനൊന്നും വലിയ വിലയുണ്ടായില്ല. പതിവുപോലെ ഇപ്പോൾ ലോകത്തെ എല്ലാ വൻശക്തികളും ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായിട്ടുള്ള, തീർച്ചയായിട്ടും യൂറോപ്പ് മുഴുവനും, അമേരിക്ക, ഓസ്ട്രേലിയ, അതെ, റഷ്യ ഒക്കെ വലിയ തോതിൽ. ചൈനയിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ചൈന സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തി വച്ചിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. അവർക്കൊന്ന് വാ തുറക്കാനുള്ള ഒരു എന്താ പറയേണ്ട, ചൈനീസ് ഗവൺമെന്റ് മേഖലയിൽ തടങ്കൽ പാളയങ്ങൾ തന്നെ ഉണ്ടല്ലേ. ചൈനീസ് ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വലിയ വലിയ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആൾക്കാരെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരാളിന് അവിടെ മുഹമ്മദ് എന്ന് പേരിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുൻ DGP TP സെൻകുമാറാണ് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞതാണത്. അപ്പോൾ ഇത്തരത്തിൽ ലോകം മുഴുവനും വലിയ തോതിൽ ഈ ഇസ്ലാമിക ഭീകരതയുടെ, ജിഹാദി ഭീകരതയുടെ ആ ഒരു ഭീഷണി, അതിൻ്റെ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക രാജ്യങ്ങൾ പോലും, ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും UAEയും ഒക്കെ വലിയ കടുത്ത വിരുദ്ധ നിലപാടാണ് ഈ ഭീകരതയ്ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവനും ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഇതിനെതിരെ നിലകൊള്ളുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനമായി താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന സ്ഥലം ഇന്ത്യയാണ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് അല്ല. ഇന്ത്യക്ക് പുറത്തുള്ള നിരവധി രാഷ്ട്രങ്ങൾ പറയുന്നു. ഇന്ത്യയിലെ എന്തിനു പറയുന്നു, പാക് പൗരന്മാർക്ക് പോലും അത്തരത്തിലൊരു ചിന്താഗതിയുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതരായി സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്നു, അത് കണ്ടു പഠിക്കൂ എന്ന് പാക് ഗവൺമെൻറ്റിനോട് അവർ പറയുന്ന പല വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട്, ഇതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. നമുക്കറിയാം, ഉറി അല്ലെങ്കിൽ ബലാക്കോട്ടൊക്കെ നടന്നപ്പോൾ അന്ന് സൈന്യത്തിന് ഐക്യദാർഢ്യം വലിയ ബഹളമായിരുന്നു. ഞങ്ങൾ സൈന്യത്തിനൊപ്പം,
ഞങ്ങൾ ഭരിച്ചിരുന്നപ്പോഴും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, ആന ചേന എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏതാനും ദിവസങ്ങൾ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചത്. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന് ഒരു കളിപ്പേരുണ്ടല്ലോ, ഒരു ഇരട്ടപ്പേര്. അങ്ങനെയുള്ള മനുഷ്യൻ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഈ സമയത്ത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ വെറും ഒരു കളിപ്പാട്ടം പോലെ കൊണ്ട് നടന്നേനെ. അത് വലിയ 4 വാർഡിൽ നിന്നും ശത്രുക്കൾ ആക്രമിച്ച് ഇതിനെ തുണ്ടം തുണ്ടമാക്കി മാറ്റിയേനെ. വലിയ കൂട്ടക്കുരുതികളും വംശഹത്യകളും ഇവിടെ അരങ്ങേറിയേനെ. ഒരു തരത്തിലും ഈ രാജ്യത്തൊരു സമാധാനവും ശാന്തിയും ഉണ്ടാകാനുള്ള യാതൊരു നീക്കവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ വലിയ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച് സൈന്യത്തിനൊപ്പം, മോദിക്കൊപ്പം, രാജ്യത്തിനൊപ്പം എന്നൊക്കെ പറയും. പക്ഷേ ദിവസങ്ങൾ കഴിയട്ടെ, എവിടെ, ആര് നടത്തി, എപ്പോൾ, എങ്ങനെ? അല്ല, അത് ഓർത്തുകൊണ്ടായിരിക്കും സൈനിക ഇത്തവണ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ച് തെളിവ് പുറത്തു. അതെ, അല്ലെ തെളിവ് പുറത്തുവിട്ടാൽ പോലും ഇതൊക്കെ വ്യാജ തെളിവുകളാണ് എന്ന് കോൺഗ്രസിൻ്റെ സൈബർ വിങ്, പ്രത്യേകിച്ചും ജയറാം രമേശിനെയൊക്കെ പോലെയുള്ള നേതാക്കൾ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് രംഗത്ത് വരും. ഇതൊക്കെ വ്യാജ ദൃശ്യങ്ങളാണ്, ഇതിനകത്തൊന്നും സത്യമില്ല, ഇത് മറ്റെവിടെയോ നടന്നതാണ്, ഇത് സിറിയയിൽ നടന്നതാണ്, ഇത് ഇറാഖിൽ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും, നമുക്കറിയാം. പക്ഷേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. ഇത് ഇത്രയും കാലം ഈ ചെയ്തതുകൊണ്ട് അവർക്കുണ്ടായ അപജയം എന്താണ്, അവർ എത്ര താഴോട്ട് പോയി എന്നുള്ളത് അവർ തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്തായാലും ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിനൊക്കെ തെളിവ് ചോദിച്ച് രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ രാജ്യത്തെ പൗരന്മാർക്ക് സംശയമൊന്നുമില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ അതേക്കുറിച്ച് അറിവുണ്ടാവുന്നൊന്നുമില്ല. അവർ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അത് തന്നെ അവർ ഏറ്റുപാടും. അവർ പറയും മോദി കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, വ്യാജ ദൃശ്യങ്ങളാണ്, പാകിസ്ഥാനിലൊരു അതുണ്ടായിരുന്നല്ലോ ഈ ആക്രമണത്തിന് പിന്നിൽ മോദി ബീഹാർ ഇലക്ഷൻ ലക്ഷ്യമിട്ടു. അതെ, ആ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതിൻ്റെ സത്യാന്വേഷണം നടത്തിക്കൊണ്ട് രംഗത്ത് ഫാക്ട് ചെക്ക് എന്നാണ് അവർ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ ഇത് വളരെ പഴക്കമുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ പറയുന്ന സ്ഥലം ഈ പറയുന്നത് പോലെ സിയാൽകോട്ടോ മുസാഫറാബാദോ അല്ലെങ്കിൽ ബഹവൽപൂരോ ഒന്നുമല്ല, ഇത് മുരിദ്കയല്ല, ഇത് ഇറാഖിൽ എവിടെയോ നടന്നതാണ്, ഇതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമപ്രവർത്തകർ രംഗത്ത് വരും. ഈ മാധ്യമപ്രവർത്തകരെ ചുവട് പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത്. ഇത്തരം ചില വീഡിയോകളും വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളും എല്ലാം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയും, ഇത് കള്ളത്തരമാണ്, പാകിസ്ഥാനിലൊരു പുൽനാമ്പിന് പോലും കേടുണ്ടായിട്ടില്ല, ഇത് വേറെ എവിടെയോ നടന്ന ആക്രമണത്തിൻ്റെ ഗാസയിൽ ഇസ്രയേൽ തൊടുത്തുവിട്ട റോക്കറ്റ് അവിടെ ചെന്ന് വീണതിൻ്റെ ദൃശ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻ അനുഭവങ്ങളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് വിരോധമോ ഇഷ്ടക്കേടോ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷേ നമ്മളത് ഉറിയിലും ബലാക്കോട്ടിലും ഒക്കെ കണ്ട കാഴ്ചയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്, ആ കാലത്ത് അദ്ദേഹം മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം വെറും ഒരു MP ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അതിന്റെ ഉത്തരവാദിത്വമെങ്കിൽ അദ്ദേഹം കാണിക്കും. അല്ല, ഈ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം ഇത്ര 1 വർഷം ആയല്ലോ, അദ്ദേഹം എന്തെങ്കിലും നിർവഹിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പാർലമെന്റിലാകട്ടെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവിടെ ചർച്ചയ്ക്ക് വരുമ്പം രാഹുൽ ഗാന്ധി എന്താ വാതുറക്കാത്തത്, എന്താ മിണ്ടാത്തത്? ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാർലമെന്റിന് പുറത്ത് വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പാർലമെന്റിൽ അത് ചർച്ച 12 മണിക്കൂറെന്ന് പറഞ്ഞിട്ട് ചർച്ച എത്ര മണിക്കൂർ ചെയ്തു എന്ന് നമ്മൾ കണ്ടു. വളരെ നീണ്ടു ചർച്ച, അല്ലേ? അവിടെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അവിടെ കത്തിക്കേറി കേരളത്തിൽ നിന്നുള്ള MP മാരടക്കമുള്ളവർ കത്തിക്കേറുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. പക്ഷേ എന്തേ രാഹുൽ ഗാന്ധി വെച്ച നാക്കെടുത്തില്ലല്ലോ? എന്താ കാര്യം? രാഹുൽ ഗാന്ധി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പുറത്തിറങ്ങി വലിയ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്താ പാർലമെന്റിൽ മിണ്ടാത്തത്? പാർലമെന്റിൽ അതിനെക്കുറിച്ച് മിണ്ടണമെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായ അറിവ് വേണം. പുറത്തിറങ്ങി എന്ത് മണ്ടത്തരവും പറയാം, മറ്റത് പാർലമെന്റിൻ്റെ രേഖകളിൽ വരുന്നതാണ്. അത് എന്നും ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ രാഹുൽ മൗനം പാലിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സുകാർക്ക് ഉത്തരമില്ല. ഇത് തന്നെയാണ് രാഹുലിൻ്റെ കുഴപ്പം. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ? രാജ്യത്തെ സർക്കാരിനെ നേരായ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. സർക്കാരിൻ്റെ വീഴ്ചകളും കുഴപ്പങ്ങളും ചൂണ്ടിക്കാട്ടി വിമർശിച്ച് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി.
അതല്ല രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനത്തും അസ്ഥാനത്തും അതും വിദേശത്ത് പോയും ഒക്കെ ഈ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുക, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കുക, ഭരണകൂടത്തെ കുറ്റം പറയുക, എന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ സഹായം ചോദിക്കുക, മോദിയെ താഴെ ഇറക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നാവശ്യപ്പെടുക. ഇതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണ്. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമൊക്കെ ഇത് ആലോചിക്കട്ടെ. അവർ കൂടുതൽ ഇതിന് ചിന്തിച്ച് കൃത്യമായ ഒരു മാർഗം കണ്ടുപിടിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇതിനെങ്കിലും രാഹുൽ തെളിവ് ചോദിച്ച് വരാതിരിക്കട്ടെ. മുൻ സംഭവങ്ങളിൽ ഉണ്ടായതുപോലെ ഇതിനും കൃത്യമായിട്ടിങ്ങനെ തെളിവ് വേണം, ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരിക്കാനുള്ളൊരു മനസ്സ്, അത് ഒരു മഹാമനസ്കതയെങ്കിലും രാഹുൽ ഗാന്ധി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.